സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല. ആലപ്പുഴയിൽ മാത്രം 10 ഹോട്ടലുകൾ അടച്ചുപൂട്ടി. പശ്ചിമേഷ്യയിൽ യുദ്ധം ഇപ്പോൾ കൂടുതൽ ബാധിച്ചു തുടങ്ങിയത് അടുക്കളയിലാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലായി നിരവധി ഹോട്ടലുകളാണ് പാചകവാതകത്തിന്റെ ക്ഷാമം മൂലം പൂട്ടിയത്. ആലപ്പുഴ ജില്ലയിൽ വിവിധയിടങ്ങളിലായി 10ഓളം ഹോട്ടലുകളാണ് പൂട്ടിയത്. 4 ദിവസമായി തുടരുന്ന പ്രതിസന്ധി നീങ്ങിയില്ലെങ്കിൽ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞു പോകുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാസർ പറഞ്ഞു. ഉച്ചയ്ക്ക് ഇന്ന് ഡെലിവറി ഇല്ലെങ്കിൽ ഈ സ്ഥാപനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമല്ല നാളെ രാവിലെ തുറക്കാത്തൊരവസ്ഥയിലേക്കാവും. കാരണം ഇന്ന് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നാളത്തേക്കുള്ള പ്രിപ്പയർ ചെയ്യേണ്ട പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഇന്ന് കളക്ട് ചെയ്തിട്ടില്ല. രാവിലെ സാധാരണ മാർക്കറ്റിൽ പോയി അതിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാൽ ഇന്ന് ഗ്യാസ് വരും എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് നാളത്തേക്കുള്ള കാര്യങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. സിലിണ്ടറുകൾ ലഭിക്കാതായതോടെ സാധാരണക്കാരും ആശങ്കയിലാണ്. പല ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിലും ആളുകളുടെ നീണ്ട നിരയാണ്. അവർ പറയുന്ന മസ്റ്ററിങ് കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്ന്, 1 മാസം കഴിയണം കിട്ടണമെന്ന്. നമുക്ക് നേരത്തെ അറിയിച്ചൂടെ? വിളിച്ചു പറയുമ്പോൾ കിട്ടുന്നില്ല. ഇത്ര പ്രാവശ്യം വിളിച്ചു 4 ദിവസമായി വിളിക്കുന്നത്. അപ്പോൾ അത് ലോക്കായി പോവുകയാണ്. ഇതിൻ്റെ ഫുള്ളാണെന്നൊക്കെ പറഞ്ഞ് കുത്തിരിക്കുകയാണ്. ഗ്യാസ് ഏകദേശം എനിക്ക് ഒരു 40 ദിവസത്തോളമാണ് കിട്ടാറ്. ഇന്നേക്കിപ്പോൾ ഏകദേശം 40 ദിവസമായി. ഇന്നും കൂടെ കിട്ടിയില്ലെങ്കിൽ നാളെ തൊട്ട് വേറെ എന്തെങ്കിലും വഴി നോക്കണം. വേറെ നിവൃത്തിയില്ല. പ്രതിസന്ധി എത്രയും വേഗം നീങ്ങുമെന്നാണ് ഹോട്ടൽ വ്യാപാരികളുടെ പ്രതീക്ഷ. മീഡിയ 1 ആലപ്പുഴ.